മണ്ണാർക്കാട് നബീസ കൊലപാതക കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം മണ്ണാർക്കാട് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ലതീഷ് ചേരുന്നു. ലതീഷ്, ശിക്ഷയുടെ വിശദാംശങ്ങൾ. ഷമി, 71-കാരി നബീസയെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ പേരക്കുട്ടിയായ ബഷീറും അതേപോലെ തന്നെ ഭാര്യ ഫസീലയും പ്രതികളാണ്, കുറ്റക്കാരാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇന്ന് ഇതിന്റെ തുടർവാദം കോടതിയിൽ നടന്നു. ശിക്ഷ അല്പസമയം മുമ്പാണ് മണ്ണാർക്കാട് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രണ്ടുപേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷ നൽകിക്കൊണ്ടാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഒപ്പം 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി പിഴ ഒടുക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. കൊലപാതകം, ഗൂഢാലോചന, അതേപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം പ്രതികൾക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. ഈ ചുമത്തിയ കുറ്റങ്ങളെല്ലാം തന്നെ തെളിയിക്കാൻ പ്രോസിക്യൂഷനായി എന്നും കോടതി വിധിയിൽ പറയുന്നുണ്ട്. ഷമി, ലതീഷ്, ഇവർക്കെതിരായിട്ടുള്ള കുറ്റങ്ങൾ കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് ആയി. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 2 പ്രതികൾക്കും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് വിധിയിൽ പരാമർശിക്കുന്നത്? ഷമി, വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അല്പസമയം മുമ്പാണ് വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. വിശദമായ വിവരങ്ങൾ അതിനുശേഷം അല്പസമയത്തിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ലഭ്യമാവുക. എന്തായാലും 2016 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. റമദാൻ മാസത്തിലാണ് നോമ്പുകഞ്ഞിയിൽ വിഷം നൽകി മുത്തശ്ശിയെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം ആദ്യം നടത്തുന്നത്. എന്നാൽ നബീസയ്ക്ക് ഭക്ഷണത്തിൽ വിഷം നൽകി കൊലപ്പെടുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ അവരെ ബലം പ്രയോഗിച്ചുകൊണ്ട് വിഷം ശരീരത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുക അല്ലെങ്കിൽ വിഷം നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം റോഡരികിൽ കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ഒപ്പം റോഡരികിൽ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഘട്ടത്തിൽ ഒരു വ്യാജ ആത്മഹത്യാക്കുറിപ്പും ഈ പ്രതികൾ രണ്ടുപേരും ചേർന്ന് ഇവരുടെ സഞ്ചിയിൽ നിക്ഷേപിച്ചു. അത് പ്രതികൾ തന്നെ എഴുതി തയ്യാറാക്കിയ ആത്മഹത്യാക്കുറിപ്പായിരുന്നു. ഇതാണ് പോലീസിന് ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവായി മാറിയത്. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിലേക്ക് നയിച്ച ഗൂഢാലോചനയും ഒപ്പം തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമവുമെല്ലാം അന്വേഷണ സംഘം വളരെ കൃത്യമായി തന്നെ കണ്ടെത്തുകയും അതിന് തക്കതായ ശിക്ഷ നൽകുന്നതടക്കമുള്ള നടപടികളിലേക്ക് പ്രോസിക്യൂഷന്റെ വാദം കോടതിയിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞു. ആ പ്രോസിക്യൂഷൻ വാദം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് മണ്ണാർക്കാട് കോടതി 2 പ്രതികൾക്കും ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷയും അതേപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയും ഒടുക്കാൻ ഉള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. ഷമ്മി, ലതീഷ്, 2016 ഈ കൊലപാതകം നടക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 9 വർഷത്തിന് ശേഷമാണ് ഈ വിധി വരുന്നത്. ഈ ഒരു അന്വേഷണത്തിൻ്റെ കൃത്യമായ പ്രതികളിലേക്ക് എത്താനുള്ള ആ ഒരു വഴി എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് കൃത്യമായി പ്രതികളെ ട്രാക്ക് ചെയ്യാൻ പോലീസിന് സാധിച്ചത്? ഷമി, 2016 ജൂൺ 24 റോഡരികിൽ മരിച്ച നിലയിൽ തോട്ടര സ്വദേശിയായ 71-കാരി നബീസയെ കാണുന്നത്. മകളുടെ മകൻ ബഷീറും അതേപോലെ തന്നെ ബഷീറിന്റെ ഭാര്യ ഫസീലയും ചേർന്നാണ് ഈ ക്രൂരമായ കൊലപാതകം നടത്തിയത്. എന്നാൽ ഇത് ഒരു ആത്മഹത്യയാണ് എന്നുള്ള നിലയിൽ തിരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വല്യമ്മയെ തിരഞ്ഞ് ബഷീർ ഉൾപ്പെടെയുള്ളവർ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകാൻ മുന്നിലുണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഇടവരാത്ത രീതിയിലായിരുന്നു പ്രതികളുടെ തുടക്കത്തിലുള്ള പെരുമാറ്റം. എന്നാൽ ഇവരുടെ സഞ്ചിയിൽ മരിച്ച നബീസയുടെ സഞ്ചിയിൽ നിന്നും ലഭിച്ച ആത്മഹത്യാക്കുറിപ്പാണ് ഇതിൽ നിർണായകമായത്, പോലീസിന് വഴിത്തിരിവായത്. കാരണം അത് നബീസ എഴുതിയതല്ല എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. അത് ഈ പ്രതികൾ 2 പേരും ചേർന്ന് തയ്യാറാക്കിയതാണ് എന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് പ്രതികളിലേക്ക് വളരെ വേഗം അന്വേഷണ സംഘം എത്തിയതും ഇരുവരും പിടിയിലായതും തുടർന്ന് കേസിന്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടന്നതും. ഷമ്മി.